എന്തൊരു മണ്ടനുണ്ട നീ. ചെറുപ്പത്തിലെ അവനെ എല്ലാവരും വിളിച്ചിരുന്ന അങ്ങനെയാ. കാരണം ഈ നടന്നു പോകുമ്പോഴും ദൈവചിന്തകളും ദൈവവിചാരങ്ങളും ഉള്ളത് കൊണ്ട് ഈ സ്ഥലകാല ബോധമില്ലാത്തവനെ പോലെ ഇങ്ങനെ അങ്ങോട്ട് നടന്നു. അതുകൊണ്ട് വേറൊരു വിശേഷണം കൂടി കൂട്ടുകാർ അവന് കൊടുത്തു, വാവുളിയൻ. സെപ്റ്റംബർ 18 തിരുസഭ പ്രാർത്ഥനയോടെ ഓർക്കുന്ന വിശുദ്ധനായ ജോസഫ് കുപ്പർത്തീനോ വിശുദ്ധൻ്റെ ചെറുപ്പകാലത്തിലെ കൊച്ചു കൊച്ചു വിശേഷണങ്ങളാണ്. ചിലപ്പോൾ ഇങ്ങനെ ആൾ മറന്നു പോകുന്ന പറയണത്. ഇങ്ങനെ ഉച്ചനേരത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ ചിലപ്പോൾ മറന്നു പോകും ആളുകൾ. അല്ലെങ്കിൽ കൂട്ടുകാർ ചോദിക്കും, നീ ഭക്ഷണ നേരത്തെ എവിടെയായിരുന്നു? ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു സാധാരണക്കാരനായ ഒരു കൊച്ചു ബാലൻ ദൈവം അവനെ ഉയർത്തി. എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ലെങ്കിലും ദൈവം എൻ്റെ ജ്ഞാനം കൊണ്ട് നിറച്ച് പൗരോഹിത്യത്തിലേക്ക് കൈപിടിച്ച് ഏറ്റവും അവസാനം പറക്കും വിശുദ്ധനെന്ന് കേൾവി കേട്ട ജോസഫ് കുപ്പർത്തീനോ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അൾത്താരയിൽ നിന്ന് മുകളിലേക്ക് പറന്നുയരാൻ ദൈവം പ്രത്യേകം കഴിവ് നൽകിയ ഈ വിശുദ്ധൻ പറയും, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പലപ്പോഴും മാറ്റി നിർത്തലുകളുണ്ടാകും. ഒന്നും കഴിവില്ല, ഒന്നിനും പോരാ എന്നൊക്കെ കുറ്റപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം നിന്നെ ഉയർത്തുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിശുദ്ധൻ. ജോസഫ് കുപ്പർത്തീനോ വിശുദ്ധൻ്റെ വലിയ മാധ്യസ്ഥം തേടി ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകാൻ ആഗ്രഹിക്കാം. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.